എനിക്ക് 3 കാര്യങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് ആഗ്രഹം. 1 സഭ, 2 സമുദായം, 3 രാഷ്ട്രീയം. ഇത് തമ്മിലുള്ള ബന്ധം വളരെ കൃത്യതയോടുകൂടി അതിന്റെ പ്രയോറിറ്റി തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കത്തോലിക്ക കോൺഗ്രസിന്റെയും മനസ്സാണ്. സഭ നമ്മുടെ അമ്മയാണ്, നമ്മുടെ തറവാടാണ്. സമുദായം നമ്മുടെ സ്വത്വബോധമാണ്. രാഷ്ട്രീയം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ മുഖമാണ്. ഈ 3 കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി. സഭ നമ്മുടെ അമ്മയുടെ പേരാണ് സഭ, സ്വത്വബോധത്തിന്റെ പേരാണ് സമുദായം, നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരാണ് രാഷ്ട്രീയം. അപ്പൊ ഇത് 3ഉം വേണ്ട രീതിയിൽ ഒന്ന് സമന്വയിപ്പിച്ചുകൊണ്ട് അതിന്റെ ആ പ്രയോറിറ്റിയിൽ ഒന്ന് മുൻപോട്ട് പോകാൻ കഴിയണമെന്നുള്ളത് കത്തോലിക്ക കോൺഗ്രസിന്റെ ദർശനങ്ങളിൽ പെടുന്നതാണ്. സഭയെ അമ്മയായിട്ട് കാണാത്തവർക്ക് ഒരിക്കലും യഥാർത്ഥ വിശ്വാസിയായിരിക്കാനായിട്ട് സാധ്യമല്ല. യഥാർത്ഥ വിശ്വാസം സഭയാകുന്ന കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോമിശിഹായാകുന്ന മൂലക്കല്ലിൽ സ്ത്രീകന്മാരാകുന്ന അടിത്തറയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാവുന്നതാണ്. ആ ഒരു കൂട്ടായ്മയുടെ ബന്ധവും ബലവും നമുക്കുണ്ടാവണം. സഭ എന്നുള്ള ആ ഉന്നതമായ കാഴ്ചപ്പാട് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, അത് നമ്മുടെ നെഞ്ചുടിപ്പായിട്ട് മാറുന്നു എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ട കത്തോലിക്ക കോൺഗ്രസ് ജനങ്ങളെ നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. 2 സമുദായം എന്നുള്ളത്, അതാണ് ഏറ്റവും കൂടുതൽ പക്ഷേ കത്തോലിക്ക കോൺഗ്രസുമായിട്ട് അവിഭാജ്യമായിട്ട് നിൽക്കുന്നത്. കാരണം ഇതൊരു സമുദായ സംഘടനയാണ്. 100 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞ ഒരു സമുദായ സംഘടന എന്ന നിലയിലുള്ള ഇതിന് വലിയ ഒരു സ്ഥാനം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഗ്ലോബൽ തലത്തിൽ നമ്മുടെ കത്തോലിക്ക സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. ഈ ഒരു സമുദായം എന്നുള്ള ചിന്തയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിനെ വർഗീയതയായിട്ട് വ്യാഖ്യാനിക്കുന്ന തെറ്റായ പ്രവണതകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മളെപ്പോഴും സഭയും നമ്മുടെ വിശ്വാസവും വർഗീയതയ്ക്ക് എതിരാണ്. സമുദായം എന്ന് പറയുന്നത് നമ്മുടെ സ്വത്വബോധത്തിന്റെ ഒരു അനുഭവമാണ്. ഞാനൊരു കത്തോലിക്കനായിട്ട് വിശ്വാസിയായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ ഉൾക്കൊള്ളുന്ന ആ സഭയുടെ കൂട്ടായ്മയെ ബലപ്പെടുത്തുന്ന ഒരു കോട്ടയാണ് സമുദായം എന്ന് പറയുന്നത്. അത് നമ്മൾ ആയിരിക്കുന്ന ഒരു അസ്തിത്വത്തിന്റെ അനിവാര്യമായ ഒരു ഘടകമാണ്. ഞാൻ ജീവിക്കുന്ന ഇടത്തില്, ഞാനായിരിക്കുന്ന ഒരു വീടിന്റെ അടിത്തറ ഇളകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. പലതരത്തിലുള്ള പ്രളയവും കെടുതികളും ബുദ്ധിമുട്ടുകളും കൊടുങ്കാറ്റും ഉണ്ടാകുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉറപ്പുള്ള അടിത്തറ നമ്മുടെ ഈ ഭവനത്തിനുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മുടെ സമുദായം എന്ന് പറയുന്ന ഒരു കെട്ടുറപ്പുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നില്ല എങ്കിൽ നമ്മളില്ലെന്നാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രാഷ്ട്രീയം എന്താണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരാണ്. ഒരു അരാഷ്ട്രീയ ചിന്ത ഒരിക്കലും ശരിയല്ല. ചിലപ്പോഴൊക്കെ രാഷ്ട്രീയം കൊള്ളില്ലാത്തതാണ്. അതൊക്കെ ഇങ്ങനെ ഒരു ചീഞ്ഞടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്, അതിനകത്തൊന്നും ഇടപെടാൻ പാടില്ല എന്നൊക്കെ ചിന്തിപ്പിക്കുന്നത് തെറ്റായ കാഴ്ചപ്പാടാണ്. വത്തിക്കാംഗമനത്തിലുള്ള കൃത്യമായ വിധം അൽമായരോടുള്ള ഡിഗ്രിയിൽ കൃത്യമായിട്ട് അൽമായരെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുമ്പോൾ അൽമായരാണ് രാഷ്ട്രീയത്തില് സജീവമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കേണ്ടത്. അത് നിങ്ങളുടെ കടമയാണെന്ന് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു തലമാണ്. ഈ 3 ഘടകങ്ങളും നന്നായി ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിച്ചു വന്ന ഒരു പൈതൃകം നമുക്കുണ്ടായിരുന്നു. അത് കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തിനുണ്ടായിരുന്നു, സുറിയാനി കത്തോലിക്കർക്കുണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ അതിനകത്ത് അവിടെയും ഇവിടെയെല്ലാം കുറച്ച് വിള്ളലുകൾ സമകാലിക വർത്തമാന സാഹചര്യങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എവിടെയെങ്കിലുമൊക്കെ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിള്ളലുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ട വിധം അത് തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ അടിത്തറ ഇളകും എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടന അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കഠിനാധ്വാനം ചെയ്യുന്നത്. ഒരു സമുദായ സംഘടന എന്ന നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആ മഹത്വമുണ്ട്. നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന കാര്യം, ചിന്തിക്കേണ്ട കാര്യം, എന്നും പറയേണ്ട കാര്യം, സഭ ഇതുവരെയുള്ള ഈ കഴിഞ്ഞ കാലത്ത് കേരളത്തിന്റെ നിർമ്മിതിക്ക്, നമ്മുടെ രാഷ്ട്ര നിർമ്മിതിക്ക് എന്തുമാത്രം വലിയ സംഭാവനകളാണ് ചെയ്തിട്ടുള്ളത്. അത് ചെറുതായി കാണാൻ പാടില്ല. അതിനെ തമസ്കരിക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്ന ശ്രമങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ചില കക്ഷി രാഷ്ട്രീയങ്ങളുടെ അതിപ്രസരങ്ങളുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, വർഗീയതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിധ്വംസക പ്രവണതകളും ശക്തികളും ഒക്കെ സഭയുടെ പ്രവർത്തനങ്ങളെ, സഭയുടെ അതുല്യങ്ങളായ സംഭാവനകളെ, സഭ ഒരു രാജ്യ നിർമ്മിതിക്ക്, കേരള നിർമ്മിതിക്ക് ചെയ്തിട്ടുള്ള മഹത്തായ സംഭാവനകളെ, ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവനകളെ ഇകഴ്ത്തി കാണിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്നത് തിരിച്ചറിയാനുള്ള വെളിച്ചം നമുക്കുണ്ടാവണം.
അത് അറിയാതെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് എവിടെയെങ്കിലുമൊക്കെ കേൾക്കുന്ന വാർത്തകളുടെ പേരിൽ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ അപകടപ്പെടും. നമ്മെ കുറിച്ച് തന്നെ നമുക്ക് അഭിമാനം വേണം. സമുദായബോധത്തിന്റെ ഒന്നാം പാഠമാണ് അഭിമാനബോധം എന്ന് പറയും. അഭിമാനബോധമില്ലെങ്കിൽ പിന്നെ സമുദായബോധമില്ല. എനിക്ക് എന്റെ വീടിനെ കുറിച്ച് അഭിമാനമില്ലെങ്കിൽ പിന്നെ ആ വീടിന് വേണ്ടിയിട്ട് നമ്മൾ നിലപാട് സ്വീകരിക്കുമോ? എന്റെ വീടിനെ കുറിച്ച്, എന്റെ തറവാടിനെ കുറിച്ച് എനിക്ക് അഭിമാനം ഉണ്ടെങ്കിൽ മാത്രമേ ആ തറവാട്ടിൽ പിറന്നവനാണ് ഞാനെന്ന് 4 പേരോട് പറയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മിണ്ടുക. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അപകീർത്തി ഉണ്ടായെന്ന് കരുതുക, വെറുതെ ഉദാഹരണമാണ്. ഒരു അപകീർത്തി ഉണ്ടായെന്ന് കരുതുക. അപകീർത്തിയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാനെങ്കിൽ ഞാൻ ആരും അറിയാതെ എവിടെ ചെന്നാലും തലയിൽ കൊണ്ടിട്ട് തൽക്കാലം കടന്നു പോവുകയുള്ളൂ. അത് പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന തറവാട്ടിൽപ്പെട്ട ആളാണ്, ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയാൻ നമുക്ക് അഭിമാനം ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ കുടുംബത്തെ കുറിച്ചും തറവാടിനെ കുറിച്ചും അഭിമാനം ഉള്ളപ്പോഴാണ്. അപ്പം ഈ സമുദായ ബോധത്തിന്റെ ആദ്യാക്ഷരവും ഒന്നാം പാഠവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അഭിമാനബോധമാണ്. സഭ എന്ന നിലയിലും സമുദായം എന്ന നിലയിലും നമ്മൾ ഈ കേരളത്തിന്റെ, ഈ ഭാരതത്തിന്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ അതുല്യങ്ങളായ സംഭാവനകളെ അക്കമിട്ട് അറിയാനും വേണ്ട വിധം അത് ബോധതലത്തിൽ കൊണ്ടുവരാനും അതിനെക്കുറിച്ച് ശരിയായ വിധം അഭിമാനിക്കാനും നമുക്ക് സാധിക്കണം. ആ അഭിമാനബോധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് ഒരു പരിധിവരെ നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടുവോളം പങ്കുവയ്ക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. വളരുന്ന നമ്മുടെ ഇളം തലമുറയുണ്ടല്ലോ, മക്കളുടെയൊക്കെ തലമുറ, ആ തലമുറയ്ക്ക് നമ്മൾ എന്താണെന്നും എന്തായിരുന്നെന്നും ഇനി എന്താകണമെന്നും ഒന്നും വേണ്ടത്ര അറിവില്ല. ആ അറിവ് പങ്കുവെച്ചു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്, സഭാമക്കൾക്കുണ്ട്, കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വ നിലയിലുള്ള നമുക്കുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. ഇവിടെ ബഹുമാനപ്പെട്ട കവിയച്ചനും രാജീവ് സാറും ഒക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്ന് നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾ. അതിനകത്ത് വർഗീയമായ പ്രതിസന്ധികൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ, വളരെ പ്രക്ഷുബ്ധമായ രീതിയിൽ നമ്മളെ തകർക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ, ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്കുണ്ട്. ഈ കഴിഞ്ഞ നാളിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സന്യാസിനിമാരുടെ ജീവിതം അത് മിഷണറിമാരുടെ ഇടയിൽ നിന്നും ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണണ്ട. അതുപോലെയുള്ള പ്രതിസന്ധികൾ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യവും ജനാധിപത്യത്തിന്റെ വ്യവസ്ഥകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന വർഗീയ സംഘടനകളുടെ പിന്നിൽ എന്തൊക്കെയുണ്ട് എന്ന കാര്യം അലോസരപ്പെടുത്തുന്നത് നമ്മളെ തിരിച്ചറിയേണ്ടതാണ്. ഇനി അതുകൂടാതെ നമ്മുടെ പെൺകുട്ടികൾ അപഹരിക്കപ്പെടുന്നു, അവരെ മതപരിവർത്തനത്തിന് വിധേയപ്പെടുത്താൻ വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള തരത്തിലുള്ള അതിതീവ്ര വർഗീയ ഇടപെടലുകൾ മറുവശത്ത്, ഇങ്ങനെയൊക്കെയുള്ള പരിതാവസ്ഥകളും സാഹചര്യങ്ങൾ ഒരു വശത്തുള്ളപ്പോൾ മറ്റൊന്നെന്താണ്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ തീരദേശങ്ങൾ വല്ലാതെ തകർന്നു പോകുന്നു. നമ്മുടെ മലയോരങ്ങൾ വേട്ടയാടപ്പെടുന്നു. വന്യമൃഗങ്ങളാൽ വേട്ടയാടപ്പെടുക മാത്രമല്ല, കുടിയിറക്കപ്പെടുന്ന മലയോരങ്ങൾ, അത് ഹൈറേഞ്ചിന്റെ മലയോരങ്ങളാണെങ്കിലും മലബാറിന്റെ മലയോരങ്ങളാണെങ്കിലും അവിടെ നിന്നൊക്കെ ആളുകൾ കുടിയിറങ്ങേണ്ട ഗതികളിലേക്ക് എത്തുന്നതിന് പിറകില് ആസൂത്രിതമായിട്ടുള്ള അജണ്ടകളോടുകൂടിയ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് സമുദായ ബോധത്തിന്റെ പ്രധാനപ്പെട്ട ഉൾക്കാവ് എന്ന് പറയുന്നത്. ഒരുമിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നിലനിൽപ്പില്ല. നിന്നിട്ട് വേണ്ട ബാക്കി കാര്യം ചെയ്യാനായിട്ട്. രാഷ്ട്രീയം വേണം, നിന്നിട്ട് ഇവിടെ ഉണ്ടായിട്ട് വേണ്ട രാഷ്ട്രീയം. അപ്പൊ ഞാൻ 3ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം. സഭ, സമുദായം, രാഷ്ട്രീയം. ഇവിടെ ഉണ്ടായിട്ട് വേണ്ട രാഷ്ട്രീയം. അപ്പൊ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്വത്വപരമായ ഒരു വ്യക്തമായ ബോധവും ഇച്ഛാശക്തിയും അതിനുള്ള പരിശ്രമവും കൃത്യമായിട്ട് നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. സമുദായ ബോധത്തോടു കൂടി, അഭിമാനത്തോടു കൂടി. 3ാമത്തെ കാര്യം രാഷ്ട്രീയം. ഒട്ടും കുറഞ്ഞതല്ല. രാഷ്ട്രീയം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരാണ്. നമ്മളൊക്കെ സമൂഹത്തിൽ ശക്തമായിട്ട് ഇടപെടേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളില് ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട നമ്മുടെ നേതൃത്വ നിലയുണ്ടായിരുന്നു. MP അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് അവരൊക്കെ പലപ്പോഴും അപ്രത്യക്ഷമായി കഴിഞ്ഞു. അതിന്റെ പുറകിലൊക്കെ ആർക്കെല്ലാം പങ്കുണ്ട്, എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ പഠന വിഷയമാക്കേണ്ടതാണ്. ഏതാണെങ്കിലും നമ്മൾ ഇന്നലെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്നിൽ നമ്മൾ സജീവമായ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതുണ്ട്. വ്യക്തമായ രീതിയിൽ നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും സന്തുലിതാവസ്ഥയ്ക്കും നിലനിൽപ്പിനും അനിവാര്യമാണ്.
സാമുദായികമായ ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാടും ബോധ്യവും രൂപപ്പെട്ടു വരുന്നതിന് സഹായകമാണ്. ഒരു സമുദായം അതിന്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തണമെങ്കിൽ നല്ല നേതൃത്വം ഉണ്ടാവണം, നല്ല നേതൃത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടുക, നേതൃത്വ നിലയിലേക്ക് കടന്നു വരിക, സജീവമായി പ്രവർത്തിക്കുക. അടിവരയിട്ട് പറയാൻ ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. സമുദായത്തിന്റെ ഒരു വിഷയം ഉദിക്കുമ്പോൾ, സമുദായം അകാരണമായിട്ട് വേട്ടയാടപ്പെടുമ്പോൾ, അനീതിപരമായിട്ട് തകർക്കപ്പെടുമ്പോൾ, കക്ഷി രാഷ്ട്രീയ സ്വഭാവം മറന്ന് എവിടെയാണെങ്കിലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് ഈ പ്രയോറിറ്റി പാലിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ കാണുകയുടെ എത്രയുള്ള കാര്യം വേറൊന്നുമില്ല, നിന്നിട്ട് വേണ്ട ബാക്കി കാര്യം. അതുകൊണ്ട് ആ ഒരു വലിയ അനിവാര്യതയെ കുറിച്ച് അടിയന്തരമായിട്ട് ചിന്തിക്കണമെന്ന ഒരു ആഹ്വാനം കൂടി തരാൻ ഈ സമ്മേളനത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്.